everyone, ഞാൻ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫോർമുലയും എല്ലാ കാര്യം ഈ ഒറ്റ വീഡിയോ 10 മിനിറ്റിൽ പഠിപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ 5ാമത്തെ ചാപ്റ്റർ മുതൽ 9ാമത്തെ ചാപ്റ്റർ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒറ്റ വീഡിയോയിൽ പഠിപ്പിച്ചു തരാം. വെറും 10 മിനിറ്റിൽ പഠിപ്പിച്ചു തരാം. ആൻഡ് എല്ലാ നോട്ട്സും ഫോർമുലയും ഇക്വേഷൻസ് ഈ PDF മൊത്തം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ആ ലിങ്ക് അങ്ങ് ഞെക്കുക, ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക്. ബാക്കിയുള്ള ലൈവ് ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊന്നും മറക്കണ്ട. എല്ലാ ദിവസവും ഈ ചാനലിൽ ലൈവ് ക്ലാസ് ഉണ്ടാവും. എല്ലാ സബ്ജക്ട്സിന് വേണ്ടിയിട്ടും എക്സാമിൻ്റെ തലേന്ന് അതിഭീകര മാരത്തോൺ ഉണ്ടാവും. മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാം പരീക്ഷയ്ക്ക് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് വേഗം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതാണ് ട്രിഗണോമെട്രി, കോർഡിനേറ്റ്സ്, ടാൻജൻസ്, സോളിഡ്സ് ആൻഡ് ജോമെട്രി ആൻഡ് ആൽജിബ്ര. ഈ ചാപ്റ്റർ എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം നോട്ട്സ് ആണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ മറക്കണ്ട, റെഡി ആയിക്കോ. ദ ടൈമർ സ്റ്റാർട്ട്സ് ഇൻ 3, 2, 1. ട്രിഗണോമെട്രിയിലെ ത്രികോണമിതി എന്നുള്ള ചാപ്റ്റർ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഫസ്റ്റ് തന്നെ മനസ്സിലാക്കണം, 2 ടൈപ്പ് ട്രയാങ്കിൾ ഉണ്ട്, 2 റേഷ്യോ അഥവാ അംശബന്ധം പഠിക്കാനുണ്ട്. 45, 45, 90 1:1:√2, അല്ലെങ്കിൽ നിങ്ങൾക്ക് x:2 എന്ന് എടുക്കാം. അല്ലെങ്കിൽ 30, 60, 90 ട്രയാങ്കിളിൽ 13 ഓപ്പോസിറ്റ് 1, 16 ഓപ്പോസിറ്റ് √3, 19 ഓപ്പോസിറ്റ് 2, അല്ലെങ്കിൽ x:3, x:2x. അപ്പോൾ 13 ഡബിൾ ആയിരിക്കും 90 എന്ന് ആലോചിക്കുക. ഓക്കെ, 13 ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതിന് ഡബിൾ ആയിരിക്കും 19 ആംഗിളിൻ്റെ ഓപ്പോസിറ്റ്. അതൊക്കെ മനസ്സിലായി. സൈൻ കോസ് ടാൻ എന്താണ്? സൈൻ കോസ് ടാൻ ആദ്യം പഠിക്കുക. സൈൻ എന്ന് പറയുമ്പോൾ സൈൻ എക്സ് എന്ന് പറയുമ്പോൾ എക്സിന് എതിർവശത്ത് ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതാണ് കർണം. ഓക്കെ, അപ്പോൾ ആ സൈഡുകളുടെ നീളം ഡിവൈഡ് ചെയ്യുക. കോസ് എന്ന് പറയുമ്പോൾ അടുത്തുള്ള ആൾ, അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ആൻഡ് ടാൻ എക്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, സൈൻ എക്സ് ബൈ കോസ് എക്സ്. അത് കിട്ടി. ഇതിന് ഓരോന്നിനും ഓരോ വാല്യൂ ഉണ്ട്. ഈ വാല്യൂ പഠിച്ചാൽ മതി. സൈൻ്റെ പഠിക്കുക 0, 1/2, 1/√2, √3/2, 1. അത് നിങ്ങൾ തിരിച്ചു വായിച്ചാൽ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് വരാം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചാൽ ഇത് തിരിച്ചു വായിക്കുക. 0 കൊണ്ടിടുക. നോക്കി കേട്ടോ, ഇവിടെ നോക്കി, ഈ 1 കൊണ്ട് ഇവിടെ ഇടുക, ഇതിങ്ങോട്ടിടുക, എല്ലാം മിക്സ് മാച്ചും ചെയ്യുക, ഓപ്പോസിറ്റ് ആക്കുക. അപ്പോൾ കോസ് കിട്ടും. ടാൻ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടാളെ ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക, അവസാനത്തെ മാത്രം നോട്ട് ഡിഫൈൻഡ്. ഇനി നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഒരു കോഡിൻ്റെ ലെങ്ത്, ഒരു ഞാണിൻ്റെ നീളം. എങ്ങനെയാ? ഈ ഞാണ് ഈ സർക്കിളിൻ്റെ റേഡിയസ് അല്ലെ ആരം R ആണെങ്കിൽ, സെൻറ്ററിൽ ഉണ്ടാക്കുന്നതെങ്കിൽ C ആണെങ്കിൽ, L = 2R sin C/2. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്താണ്? ഹൈറ്റും ഡിസ്റ്റൻസ് അല്ലേ, ദൂരവും അളവും ചെയ്യാനുള്ളത്. അതെന്താണ്? എപ്പോഴും ടാൻ എക്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ റേഷ്യോ ഉപയോഗിക്കുക. അത് ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ ഈ നോട്ട്സ് കിട്ടുന്നത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, ട്രിഗണോമെട്രി. ഇനി അടുത്ത് വരാനുള്ളത് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഇയാളാണ് എക്സ് ആക്സിസ്, പരന്നിരിക്കുന്ന ആൾ എക്സ് ആക്സിസ്, മുകളിലേക്ക് ഇരിക്കുന്ന ആൾ വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ വൈ എന്നുള്ളതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. എക്സ് ആക്സിസിൽ വൈ 0 ആയിരിക്കും, വൈ ആക്സിസിൽ എക്സ് 0 ആയിരിക്കും. അത് മനസ്സിലാക്കുക. അതുപോലെ നമ്പറിംഗ് സിസ്റ്റം മറക്കരുത്. എന്ത് വരയ്ക്കുമ്പോൾ എക്സും വൈന്നും സൈഡിലിടാൻ മറക്കരുത്. ഇനി നോക്കിയേ, സെൻട്രലിലുള്ളതിനെ ഒറിജിൻ വിളിക്കും, അതാണ് ആധാര ബിന്ദു. ആൻഡ് ഇവിടെ നോക്കി 0, 0 ആണ് ഒറിജിൻ്റെ സൂചക സംഖ്യകൾ, കോർഡിനേറ്റ്സ്. എക്സ് ആദ്യം വരയ്ക്കും, പിന്നെ വൈ വരയ്ക്കുക. x, y 2, 3 എന്ന് പറയുമ്പോൾ x2ഉം 3 ആണ് y. ഇനി അടുത്ത് വരുന്നത് ഡിസ്റ്റൻസ് അഥവാ അകലം, ദൂരം കാൽക്കുലേറ്റ് ചെയ്യാൻ 2 പോയിന്റ്. എന്താണ് ചെയ്യേണ്ടത്? എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം x2 - x1² അവരെ സ്ക്വയർ ചെയ്യുക, പ്ലസ് y2 - y1 വൈകൾ തമ്മിലുള്ള വ്യത്യാസം സ്ക്വയർ ചെയ്യുക. എല്ലാം ഒരു റൂട്ടിനടി വെക്കണം. ഇനി അകലം നമ്മൾ ഒറിജിൻ ആധാര ബിന്ദുവിൽ നിന്നാണ് ഒരു പോയിന്റിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, √(x² + y²). അത് ചെയ്താൽ മതി. ഇനി മിഡ് പോയിന്റ് അഥവാ എന്താണ്? മധ്യബിന്ദു. മധ്യബിന്ദു എങ്ങനെ കണ്ടുപിടിക്കും? x1, y1ഉം x2, y2ൻ്റെ മധ്യബിന്ദു കണ്ടുപിടിക്കണമെങ്കിൽ x1ഉം x2ഉം ആഡ് ചെയ്യുക, പകുതിയാക്കുക. x1 + x2 ÷ 2. അതേപോലെ y1 + y2 ÷ 2. കഴിഞ്ഞ പരിപാടി. ഇനി നമ്മളോട് 2 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുക. ഒരു ചതുരം അഥവാ റെക്ടാങ്കിൾ തരും, പാരലൽ ടു x and y ആക്സിസ്. x and y ആക്സിസിനോട് സമാന്തരമായിട്ടൊരു ചതുരം തരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വളരെ സിമ്പിളാണ്. ഇവിടെ 2,4, ഇവിടെ 7,8 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട, ഇയാളുടെ x2ഉം ഇയാളുടെ y4ഉം. y എന്ന് പറയുമ്പോൾ ഉയർച്ച, x എന്ന് പറയുമ്പോൾ സൈഡിലുള്ള ആൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഇയാളുടെ x എന്ന് പറയുമ്പോൾ 7, ഇയാളുടെ ഹൈറ്റ് 8. അങ്ങനെയാണ് ഈ പോയിന്റ് എന്താണ്? x എന്ന് പറയുമ്പോൾ 7, y എന്ന് പറയുമ്പോൾ 4. അപ്പോൾ 7,4 ആവും ഇയാൾ എന്താണ് വരിക? ഇയാൾ എന്ന് പറയുമ്പോൾ 2 ആണ് x, ഹൈറ്റ് 8. അപ്പോൾ 2,8. അതാണ് ഒരു ചതുരം അഥവാ റെക്ടാങ്കിൾ ചെയ്യാനുള്ള പാരലൽ ടു ദി x and y ആക്സിസ്. ഇനി നിങ്ങൾക്ക് ഒരു പാരലലോഗ്രാം തരും ഇഷ്ടമുള്ള പോലെ. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ 4ാമത്തെ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറയും. അതിനെന്ത് ചെയ്യണം? ഇതിൻ്റെ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ അടുത്തുള്ള 2 x ആഡ് ചെയ്യുക. അതാണ് 2 + 3 5 കിട്ടും. 5 മൈനസ് കോർണറിൽ മൈനസ് ഓപ്പോസിറ്റ് ഉള്ളത്, അടുത്തുള്ള എക്സുകൾ ആഡ് ചെയ്യുക, ഓപ്പോസിറ്റ് ഉള്ള ആളെ മൈനസ് ചെയ്യുക. അപ്പം എന്താണ്? -1. അതാണ് എക്സ് കിട്ടി. വൈ എങ്ങനെ കിട്ടുക? വൈ കിട്ടുന്നത് 9 + 5 അടുത്തുള്ള വൈകൾ ആഡ് ചെയ്യുക. അപ്പം 14 കിട്ടി. മൈനസ് ഓപ്പോസിറ്റ് ഉള്ള ആൾ അതാണ് 2, -2. അപ്പോൾ എത്ര കിട്ടി? ഇവിടെ 4,12 കിട്ടും. 4,12 ആണ് 4ാമത്തെ
പോയിന്റ് കിട്ടുക, നാലാമത്തെ അറ്റം. ഓക്കെ, അത് കിട്ടിയല്ലോ. അപ്പോൾ ഈ ചാപ്റ്ററും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ടാൻജൻസ് അഥവാ തൊടുവരകൾ. ഇതിൽ നമുക്ക് 24 മാർക്ക് തന്നെ പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഇതാ എല്ലാ ഡയഗ്രാമും കൊണ്ട് എല്ലാ ഫോർമുലയും ഉണ്ടെന്ന് നോക്കിക്കേ. ഒരു റേഡിയസ് അഥവാ ആരവും തൊടുവര ടാൻജന്റും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ 90. അത് എവിടെയാണെങ്കിലും കുഴപ്പമില്ല, 90 ഡിഗ്രി ആയിരിക്കും, നിർബന്ധമാണ്. ഇനി നോക്കിക്കേ, ഒരു ടാൻജന്റ് നോക്കിയാൽ, ഒരു ടാൻജന്റ് ഞാൻ പുറത്തുനിന്നുള്ള പോയിന്റ് വരയ്ക്കുമ്പോൾ 2 ടാൻജന്റ് ഇട്ടു. ഓക്കെ, ഒരു സർക്കിളിലേക്ക് 2 ടാൻജന്റ് ഇട്ടും പുറത്തുനിന്ന് വരയ്ക്കുമ്പോൾ ആ പോയിന്റിൽ നിന്ന് അവിടെ ഉണ്ടാക്കുന്ന ആംഗിളും ഈ ആംഗിളും തമ്മിൽ എന്താ ബന്ധം? രണ്ടും സപ്ലിമെന്ററി ആണ്, അനുപൂരകമാണ്. എക്സും 180 മൈനസ് എക്സും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാം, രണ്ടും ആഡ് ചെയ്താൽ 180 കിട്ടണം. ആൻഡ് ഈ 2 ആംഗിളും ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 90 ആണ് കിട്ടുക എപ്പോഴും. അപ്പോൾ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, ചക്രീയ ചതുർഭുജമാണ്. ഓക്കെ, ഈ 2 ടാൻജൻസും ഈക്വൽ ആണ്, ഈ 2 ടാൻജൻസും തൊടുവരകളും ഈക്വൽ നീളത്തിലാണ്. ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ്? കുറച്ച് ആംഗിൾസ് ആണ്. നോക്കിയേ, 2 ടാൻജന്റും ഈ കോഡ് ഈ ഞാനുമായിട്ടുള്ള ഉണ്ടാക്കുന്ന ആൾ എക്സ് ആണെങ്കിൽ ഇവിടെയും എക്സ് ആയിരിക്കും. മേജർ ചാപത്ത് മേജർ ആർക്കിൽ ഉണ്ടാക്കുന്ന എക്സ് ആണ്, അതിന് ഡബിൾ ആണ് സെൻറ്ററിൽ. ഈ സെൻറ്ററിൻ്റെ നമുക്കറിയാം ഇയാളും സപ്ലിമെൻ്ററി ആയതുകൊണ്ട് അനുപൂരകമാണ്. അത് ഇക്വേഷൻ ഉപയോഗിക്കാം, ഫോർമുലയ്ക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി ഇത് പഠിക്കാനുള്ള എന്താണ്? ഇതൊരു ടാൻജന്റ് പി സി സ്ക്വയർ ഇസ് ഈക്വൽ പി സി ഇൻറ്റു പി സി ആണ്, പി എ ഇൻറ്റു പി ബി, പി എ ഇൻറ്റു എ ബി അല്ല, പി എ ഇൻറ്റു പി ബി. അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ഹെറോൺസ് ഫോർമുല എന്ന് പറയും. എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? ഇതൊരു സർക്കിൾ, ഇൻസർക്കിൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഇൻസർക്കിൾ പറയും. ഈ ട്രയാങ്കിൾ ഉള്ളിലാണ്, അന്തർവൃത്തം. ഓക്കെ, അന്തർവൃത്തം ഉള്ളിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അന്തർവൃത്ത ആരം അഥവാ ഇൻ റേഡിയസ്, ഓരോ സൈഡ് എ ബി സി. ഇനി മനസ്സിലാക്കേണ്ട റേഡിയസ്, ഈ അന്തർവൃത്ത ആരം അല്ലെ ഇൻ റേഡിയസ് എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ എസ്. എസ് എന്താണ്? ചുറ്റളവ്, പെരിമീറ്ററിന്റെ പകുതി, എ ബി സി ഡിവൈഡഡ് ബൈ 2. ഇനി ഏരിയയ്ക്ക് വേറൊരു ഫോർമുല ഉണ്ട്, ഹെറോൺസ് ഫോർമുല, റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതും വല്ലപ്പോഴും ആവശ്യം വരും. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററും കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം, സോളിഡ്സ്. അപ്പോൾ സോളിഡ്സിന് വേണ്ടിയിട്ട് നല്ല സ്ലൈഡും വെച്ചിട്ടുണ്ട്, ഡയഗ്രാം ഒക്കെ വെച്ചിട്ട്. ഇനി അത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ 3 സ്ലൈഡിൽ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ പിരമിഡ് എന്താണ്? സമചതുര സ്തൂപിക. എന്താണ് പഠിക്കേണ്ടത്? ഇതിൻ്റെ ബേസ് ഉണ്ട് സ്ക്വയർ, അതിൻ്റെ ബേസിൻ്റെ എഡ്ജ് പാദവക്ക് എ, എല്ലാം പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ഉണ്ട്, ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഉയരം, എൽ എന്ന് പറയുമ്പോൾ ചെരിവ് ഉയരം, സ്ലാൻഡ് ഹൈറ്റ്, ഇ എന്ന് പറയുമ്പോൾ ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വ വക്ക്. ഓക്കെ, ആ സെയിം ഡയഗ്രാം ഞാൻ പരത്തി വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതും പഠിച്ചു വെക്കുക, ക്വസ്റ്റ്യനിൽ ആവശ്യം വരും. ഇനി ഇതൊക്കെയാണ് പേരുകൾ, എല്ലാവരും പഠിച്ചു വെക്കണം. 2 ഫോർമുല ബൈ ഹാർട്ട് ചെയ്യാനുള്ളൂ. a/2 the whole square plus h square is equal to l square, a/2 the whole square plus l square is equal to e square. a h l തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ ഇത്, a l e തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ ഇത്. ഇനി നോക്കിയേ, എൽ എസ് എ എന്ന് പറയുമ്പോൾ 4 ത്രികോണങ്ങളുണ്ട് സൈഡിൽ, അതിൻ്റെ പരപ്പളവ്, അതിൻ്റെ ഏരിയ ചെയ്യുന്നതാണ്. അതാണ് ഹാഫ് എ എൽ ആണ് ഓരോ ത്രികോണത്തിൻ്റെയും, ഹാഫ് എ എൽ ആണ് ഓരോന്നിൻ്റെയും. അങ്ങനെ 4 എണ്ണം ഉള്ളപ്പോൾ 4 × ഹാഫ് എ എൽ 2a l ആണ് എൽ എസ് എ, ലാറ്ററൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ മൊത്തമുള്ള പരപ്പളവ്. ഓക്കെ, അത് ഈ 4 ട്രയാങ്കിളും ത്രികോണവും അതുപോലെ നടുക്കുള്ളൊരു സ്ക്വയറും ഉണ്ട്. അപ്പോൾ a സ്ക്വയർ പ്ലസ് എൽ എസ് എ, 2al പ്ലസ് a സ്ക്വയർ. ഇനി വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുമ്പോൾ 1/3 ഇൻറ്റു പാദത്തിൻ്റെ ഏരിയ a സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് 1/3 a സ്ക്വയർ h. അതാണ് ഫസ്റ്റ് ഷേപ്പ് പഠിക്കാനുള്ളത്. ഇനി അതിനുവേണ്ടി വേറെ സൈഡും കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇനി നോക്കിയാൽ കോൺ അഥവാ വൃത്തസ്തൂപിക. ഓക്കെ, വൃത്തസ്തൂപിക എന്ന് പറയുമ്പോൾ ഒരു വൃത്തത്തിൽ നിന്ന് x ഡിഗ്രി മുറിച്ചെടുക്കുന്നു. ആ വൃത്തം, ആ സർക്കിളിന്റെ റേഡിയസ് എന്താണ്? ക്യാപിറ്റൽ ആർ, വലിയ ആർ. ഓക്കെ, ഈ ആറും ഇവിടെ വരുന്ന ചെരിവ് ഉയരം സ്ലാൻഡ് ഹൈറ്റ് സെയിം ആണ്. അതാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇതിനെ ഞാൻ മുറിച്ച് ഇങ്ങനെ ആക്കുമ്പോൾ എനിക്കിതാ ഇതിൻ്റെ റേഡിയസ് സ്മോൾ ആർ എന്ന് പറയുമ്പോൾ ബേസ് റേഡിയസ്, അതായത് പാദാരം, ആൻഡ് എന്താണ് ഇതിൻ്റെ ഏരിയ, താഴത്തിൻ്റെ ഏരിയ πr സ്ക്വയർ. ഇനി ഈ ഹൈറ്റ് എന്താണ്? ഉയരം, സാധാരണ ഉയരം. ഇത് ചെരിവ് ഉയരം. ഇത് പഠിച്ചല്ല, പേര് പഠിക്കണം. ഇനി ഈ റേഡിയസും ഈ വലിയ സർക്കിളിൻ്റെ റേഡിയസും ഈ ഇത് നോക്കിയ സ്ലാൻഡ് ഹൈറ്റും സെയിം ആണ്, ഫസ്റ്റ് കാര്യം. ഇനി ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ എൽ സ്ക്വയർ, പൈത്താഗോറസ്. ഓക്കെ, ആർ സ്ക്വയറും എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ എൽ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ ഇനി നോക്കിയേ, ഇത് പഠിക്കണം കേട്ടോ. x/360, xa/360 ഇസ് ഈക്വൽ ടു r/l. അത് പഠിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡിഗ്രീൻ്റെ ഇക്വേഷൻ വരുമ്പോൾ എപ്പോഴും ഇത് ആവശ്യം വരും. അത് കഴിഞ്ഞിട്ട് CSA, LSA, CSA, TSA വോളിയം. CSA എന്ന് പറയുമ്പോൾ കർവ്ഡ് സർഫേസ് ഏരിയ, എന്താണ് പറയുക? വക്രതല പരപ്പളവ്. ഓക്കെ, ആ ചെരിഞ്ഞിരിക്കുന്ന കോണിൻ്റെ വളഞ്ഞിരിക്കുന്ന ഭാഗത്തിൻ്റെ πRL സിമ്പിൾ ആണ്. അതുപോലെ ടോട്ടൽ സർഫസ് ഏരിയ മൊത്തം ആ വളഞ്ഞിരിക്കുന്നത് പ്ലസ് ഈ പാദം πr സ്ക്വയർ. അപ്പം എന്താണ്? πRL പ്ലസ് πr സ്ക്വയർ, അതാണ് πr ഇൻറ്റു r പ്ലസ് എൽ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വോളിയം അഥവാ വ്യാപ്തം 1/3 πr സ്ക്വയർ h, 1/3 ഇൻറ്റു പാദത്തിൻ്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ്
ഓക്കെ, അത് കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഷേപ്പിലേക്ക് പോവാം. എന്താണത്? സ്ഫിയർ അഥവാ ഗോളം, അർദ്ധഗോളം. ഓക്കെ, ഗോളത്തിന് ആകെ പഠിക്കാനുള്ള എന്താണ്? മൊത്തം പരപ്പളവ് ഏരിയ 4πr². 4 സർക്കിളിന്റെ 4 വൃത്തങ്ങളുടെ ആൻഡ് വോളിയം 4/3 πr³. ഇനി നോക്കിക്കേ, ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഗോളത്തിന് ഞാൻ പകുതിയായിട്ട് മുറിച്ച് 2 ഭാഗം ഉണ്ടായാലും ഒരു ഭാഗത്തിനെ വിളിക്കും. അതിന്റെ വളഞ്ഞിരിക്കുന്ന ഭാഗത്തിനെ വക്രതല പരപ്പളവ്, അതാണ് CSA 2πr². 2πr², അടിഭാഗത്ത് മാത്രം. മേലെയും കൂടി കൂടുമ്പോൾ 3πr², അതാണ് 3πr², മൊത്തം പരപ്പളവ്. ഇനി അതിന്റെ വോളിയം എന്താണ്? 4/3 പകുതി 2/3 πr³. ഇതും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ഒരു കാര്യം കൂടി പഠിക്കാനുള്ളൂ. ഒരു സിലിണ്ടർ, അതാണ് വൃത്തസ്തംഭം. എന്താണ്? PVC പൈപ്പിന് മേലെയും താഴെ അടച്ചു വെച്ചാൽ പോലെ ഉണ്ടാവും, നിങ്ങളുടെ ബോട്ടിലൊക്കെ പോലെ ഉണ്ടാവും. താഴെ സർക്കിൾ, മേലെ സർക്കിൾ. πr² ആണ് താഴത്തെ ഏരിയ, മേലത്തെ സ്ക്വയർ πr². ആൻഡ് ഹൈറ്റ് h. CSA എന്ന് പറയുമ്പോൾ വക്രതല പരപ്പളവ്. ഓക്കെ, ചുറ്റുമുള്ളതിന് 2πrh. 2πrh. TSA എന്ന് പറയുമ്പോൾ താഴെ മേലെ ആഡ് ചെയ്യുക, ഈ വളഞ്ഞ ഭാഗം ആഡ് ചെയ്യുക. 2πrh-ഉം 2πr² ആഡ് ചെയ്യും. 2πr × r+h. ആൻഡ് വോളിയം πr²h. വ്യാപ്തം πr²h. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞു, ഇതിലെല്ലാം പഠിച്ചു. ഇനി നിങ്ങൾക്ക് ചില സ്കൂളുകളിൽ ഈ ചാപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞുള്ള എക്സാമിന് ജോമെട്രി ആൻഡ് ആൽജിബ്ര, ജാമിതിയും ബീജഗണിതം. എന്താണ് ഇതിന് വരിക നോക്കിയേ? ഡിസ്റ്റൻസ് അഥവാ അകലം നമ്മൾ കോർഡിനേറ്റ്സിൽ പഠിച്ച കാര്യമാണ്. x2 - x1 പ്ലസ് y2 - y1 എല്ലാം സ്ക്വയർ ചെയ്യണം. ഇതാണ് അകലത്തിന്റെ ഫോർമുല. സെയിം കാര്യം. സ്ലോപ്പ് അഥവാ ചെരിവ്, 2 പോയിന്റ് എന്ന ഇവരുടെ ചെരിവ് എങ്ങനെ കണ്ടുപിടിക്കുക? വൈകൾ തമ്മിലുള്ള വ്യത്യാസം y2 - y1, ഓർഡർ ഇസ് ഇമ്പോർട്ടൻറ്റ്. x2 - x1 ഡിവൈഡ് ചെയ്യുക. കണ്ടോ, ഇതാണ് m എന്നുള്ള അക്ഷരം വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യും. സ്ലോപ്പ് അഥവാ ചെരിവ്. മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു എന്ന് പറയുമ്പോൾ എക്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക, /2. വൈകൾ തമ്മിൽ ആഡ് ചെയ്യുക, /2. സിമ്പിൾ, മധ്യബിന്ദു. ഇനി ഇക്വേഷൻ ഓഫ് ലൈൻ, ഒരു വരയുടെ സമവാക്യം എങ്ങനെയാണ്? സ്ലോപ്പും തരണം, x0 y0, എക്സും y എന്നുള്ളൊരു പോയിന്റ് നമുക്ക് തരണം. എന്നാലേ നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. y - y0 is equal to m × ബ്രാക്കറ്റ് ഇട്ടിട്ട് x - x0 ഇടണം. ഓക്കെ, വൈയും എക്സും അങ്ങനെ തന്നെ നിൽക്കും. അടുത്തതിലേക്ക് വരാം. ഇക്വേഷൻ ഓഫ് സർക്കിൾ, ഒരു വൃത്തത്തിന്റെ എന്താണ് സമവാക്യം? സെന്റർ എയും ബിയും ആണ്, എക്സും വൈ ആണ് സർക്കിൾ, ആൻഡ് അതിന് ആരം റേഡിയസ് r ആണ്. ഓക്കെ, x - a whole square plus y - b the whole square is equal to r². ഇതാണ് ഇക്വേഷൻ. എക്സും വൈയും മാറ്റണ്ട, എയും ബിയും നിങ്ങൾ വാല്യൂ ഇട്ട് കൊടുക്കുക, ആറും വാല്യൂ ഇട്ട് കൊടുക്കുക, കഴിഞ്ഞു. ഇനി നോക്കിക്കേ, റേഷ്യോ അഥവാ അംശബന്ധത്തിൽ പഠിക്കുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്ക് ഫോർമുലയല്ല, പക്ഷെ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ട് ഇന്റർനാഷണലി യൂസ് ചെയ്യുന്ന ഫോർമുലയാണെന്ന് നോക്കിയേ. എമ്മും എന്നും m/n എന്നുള്ള ഭാഗത്തിൽ മുറിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, ഒരു ലൈനിന് അല്ലെ 2 പോയിന്റിന് m/n 1:2 എന്നൊക്കെ പറയുന്ന പോലെ മുറിക്കുന്നത് എമ്മും എന്നും ആണെങ്കിൽ, എമ്മിന് ഇങ്ങോട്ട് ഗുണിക്കുക, എന്നിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എമ്മിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, m × x2 പ്ലസ് n × x1 ഡിവൈഡ് ബൈ m+n. അതേപോലെ m × y2 പ്ലസ് n × y1 ഡിവൈഡ് ബൈ m+n. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ പോയിന്റിന്റെ അഡ്രസ്സ് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 10 മിനിറ്റിന് മൊത്തം പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഈ ഫോർമുലയും ഈ നോട്ട്സും എല്ലാം വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് മറക്കരുത്, നിങ്ങളുടെ എല്ലാ എക്സാമിൻ്റെയും അന്നും അതിൻ്റെ തലേന്നും എല്ലാ ദിവസവും 7:30 ഈ ചാനലിൽ ക്ലാസ് ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് വരിക. ഇനി അതുപോലെ നിങ്ങൾക്ക് എന്താണ്, എക്സാമിനറുടെ ഓരോ ചാനലുണ്ടാവും. നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും എല്ലാവരോടും പറയാം. 5th മുതൽ 12ാം ക്ലാസ്സുകളുടെ എല്ലാ ചാനൽസിനും നിങ്ങൾ ക്ലാസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരോടൊക്കെ പറയാം. അതുപോലെ നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ SSLC റിവിഷൻ ബാച്ച്, ലക്ഷ്യ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന വെറും 1000 രൂപയാണ് ഫീസ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാ റിവിഷനും കിട്ടും. ഇതുപോലെ ഇതിനേക്കാൾ അടിപൊളി ക്ലാസ്സും കിട്ടും, ഈ ബുക്കും കിട്ടും. നിങ്ങൾക്ക് +1 എക്സാമിനറോടെ അഡ്മിഷൻ മേടിക്കുകയാണെങ്കിൽ +1 പബ്ലിക് എക്സാമിന്റെ ബാച്ച് ഉണ്ട്, 4000 രൂപ ഫീസ് വരും. നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 രൂപ കുറഞ്ഞിട്ടും, അല്ലെങ്കിൽ ലക്ഷ്യ സ്റ്റുഡന്റ് ആണെങ്കിൽ 1000 രൂപ കുറഞ്ഞിട്ടും. നിങ്ങൾ +1 കീം അഥവാ നീറ്റ് എൻട്രൻസിന് പഠിക്കുകയാണെങ്കിൽ മൊത്തം ഫീസ് 6000 രൂപയാണ്. നിങ്ങൾ ലക്ഷ്യ ബാച്ച് സ്റ്റുഡന്റ് ആണെങ്കിൽ 5000 രൂപയാണ് വരിക. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലുണ്ടാവും. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ സ്ലൈഡിലുണ്ട്, നിങ്ങൾക്ക് നോക്കി വായിക്കാം. അത് നോട്ട്സിൽ ഉണ്ടാവുന്നതായിരിക്കും. ആൻഡ് മറക്കരുത് മക്കളെ, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. വളരെ ഇമ്പോർട്ടൻറ്റ് എക്സാം ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒരു കമൻറ്റും കൂടി ഇടുക. ഓക്കെ.